പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 21 ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചിരുന്നു. ഓർത്ത് നോക്കിക്കേ, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മുടെ കർത്താവ് കൂടെയിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മളെ വിടുവിച്ചു. അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവെ നമ്മളെ അനുഗ്രഹിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ. സ്വസ്ഥമായ ഉറക്കം തന്ന കർത്താവിന് കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമുക്ക് ഉണരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവിന്, അനർത്ഥങ്ങൾ നമ്മളെ വിടുവിച്ച് ആമേൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പറ, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, സ്തോത്രം. എൻ്റെ കർത്താവ് വിശ്വസ്തനാകുന്നു, സ്തോത്രം. എൻ്റെ കർത്താവ് മതിയായവനാകുന്നു, സ്തോത്രം. ഒരിക്കലൂടെ പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, സ്തോത്രം. എൻ്റെ കർത്താവ് വിശ്വസ്തനാകുന്നു, സ്തോത്രം. എൻ്റെ കർത്താവ് മതിയായവനാകുന്നു. ആമേൻ 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 ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം അതിൻ്റെ 68 സങ്കീർത്തനത്തിൽ പറയുന്നു, 4 വാക്യം, ദൈവത്തിന് പാടുവീൻ, കർത്താവിൻ്റെ നാമത്തിന് സ്തുതി പാടുവീൻ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവീൻ, യാഹെന്നാകുന്നു കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ. ആമേൻ. 19 വാക്യം പറയുന്നു, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ആമേൻ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തന്ന നല്ല ദിവസമാണല്ലോ. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിൽ അതിന്മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഡിവൈൻ ആമേൻ ഹീലിംഗ് സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന മാറിപ്പോകട്ടെ. ആ അസ്വസ്ഥത എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ രോഗസൗഖ്യം നടക്കട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും വ്യാപരിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്ന് +2 എക്സാം ആണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 12th ഗ്രേഡിലുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. സയൻസിൻ്റെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണം, ദൈവിക ബുദ്ധിയാൽ അവരെ നിറയ്ക്കണം. അവരുടെ ഓർമ്മയെ അങ്ങ് പ്രകാശിപ്പിച്ചു കൊടുക്കണം, അവരുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിച്ചു കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ. വഴികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് പ്രഭാതി ചെയ്യുന്നതിന് സ്തോത്രം. അസാധാരണമായ കാര്യങ്ങൾ ലോകവ്യാപകമായി ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. മിഡിൽ ഈസ്റ്റിൽ വലിയ ഉണർവിൽ ഇന്നത്തെ സഭായോഗം കാരണമായി തീരട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിന് നന്ദി. ഇന്ന് നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാവിലെ ഏകദേശം ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. ഗലാത്യ ലേഖനം 6 അതിൻ്റെ 10 വാക്യത്തിൽ പറയുന്നത്, ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും
വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. ഇന്നത്തെ മെസ്സേജ് നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നതിന് എന്നാണെങ്കിലും ദൈവം തക്ക സമയത്ത് അതിൻ്റെ പ്രതിഫലം തരും. അതുകൊണ്ട് ദൈവമക്കളെ അവസരം കിട്ടുന്നെങ്കിൽ അവസരം ഉണ്ടാക്കിയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക. കാരണം ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് നാളെ നമ്മുടെ കൊയ്ത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവസരം കിട്ടുമ്പോൾ 2025 ഫെബ്രുവരി മാസം ഇന്ന് 21 നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കണം. ശരിയാണ്, നമ്മൾ പ്ലാൻ ചെയ്യണം. കർത്താവ് ഇന്നൊരു നന്മ ചെയ്യണം. കർത്താവ് എന്നെ നന്മ ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനായിട്ടാണ് കർത്താവെ അങ്ങനെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് വേണം, കർത്താവെ ഇന്നൊരു നന്മ ചെയ്യാനുള്ളൊരു മുഖാന്തരം എനിക്ക് കർത്താവ് ഒരുക്കി തരണം. ആമേൻ. നമ്മുടെ മനസ്സിൽ നമുക്കൊരു തീരുമാനം, ഉറച്ച തീരുമാനം ഉണ്ടാകണം. ഈ ഓരോ ദിവസവും ഞാൻ ഒരു നന്മ ആർക്കെങ്കിലുമൊക്കെ ചെയ്യും എന്ന ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ തയ്യാറാകണം. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം അതിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എന്നിട്ട് എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അന്ന് അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വന്ന് വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നരായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയും തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്ന് ഉത്തരം പറയും? അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. ഉടനെ 40-ാമത്തെ വാക്യം, രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ഉപയോഗിക്കണം. നന്മ ചെയ്യുവാൻ സാഹചര്യമുള്ളപ്പോഴൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യുന്നവർ ആയിരിക്കണം. ഉറക്കെ പറ, നന്മ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ നന്മ ചെയ്യുമ്പോൾ എന്താ പ്രതിഫലം എന്നറിയാമോ? ആമേൻ. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. 9-ാമത്തെ വാക്യം പറയും, നന്മ ചെയ്യുകയിൽ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. ചിലപ്പോൾ നമ്മൾ മടുത്തു പോകും. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമുക്കൊരു കൊയ്ത്തുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും അതാതിൻ്റെ സമയത്ത് കർത്താവ് നമുക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ആ ഹാർവസ്റ്റ് കണ്ടുകൊണ്ട് നന്മ ചെയ്യുക. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി പറ, നന്മ ചെയ്യണം. എല്ലാ ദിവസവും പ്ലാൻ ചെയ്യണം, ഒരു നന്മ ചെയ്യും ഞാൻ. എന്നിട്ട് അന്നത്തെ ദിവസം നന്മ ചെയ്തോ ഇല്ലയോ എന്ന് വൈകിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ആർക്കെങ്കിലും നന്മ ചെയ്തോ? അത് ചെയ്തിട്ടേ ഉറങ്ങാവുള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025